അദാനി വിഷയത്തിൽ പാർലമെന്റ് സമ്മേളനം പ്രക്ഷുബ്ധമായി തുടരുന്നതിനിടെ പ്രിയങ്ക ഗാന്ധി ഇന്ന് ലോക്സഭാ MP ആയി സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 11 മണിക്കാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ശരത് ലാൽ ചേരുകയാണ്. ശരത് ലാൽ, ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന്. പ്രിയങ്ക ഗാന്ധി ആദ്യമായി സഭയിലേക്ക് പ്രവേശിക്കുന്നു. ഒപ്പം അദാനി വിഷയത്തിൽ സഭ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം സംഭാലിലേക്ക് പോയ ലീഗ് MP മാരെ തടയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ ആ വിഷയം ഉന്നയിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമല്ലേ ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം? ലക്ഷ്മി പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ലോക്സഭയെ സംബന്ധിച്ച് പാർലമെന്റിനെ സംബന്ധിച്ചുള്ളതെന്ന്. കാരണം ഗാന്ധി കുടുംബത്തിലെ ഒരു അംഗം കൂടി പാർലമെന്റിലെത്തുന്നു, ലോക്സഭയിലെത്തുന്നു എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. കാരണം ഗാന്ധി കുടുംബത്തിൻ്റെ ഒത്തൊരുമ കാണിച്ചുകൊണ്ട് തന്നെയാണ് പ്രിയങ്ക ഗാന്ധി തൻ്റെ വസതിയിൽ നിന്ന് സോണിയാഗാന്ധിയുടെ വസതിയിലെത്തുകയും സോണിയാഗാന്ധിയുടെ വസതിയിൽ നിന്ന് പ്രിയങ്ക ഒരു കാറിലും രാഹുൽ ഗാന്ധി, റോബർട്ട് വധേര മറ്റൊരു കാറിലുമായിട്ടാണ് പാർലമെന്റിലേക്ക് പോയത്. അത് ഗാന്ധി കുടുംബത്തിൻ്റെ ഐക്യം കാണിക്കുന്ന ഒരു പ്രകടനം തന്നെയായിരുന്നു, ഒരു ആഘോഷ പ്രകടനം തന്നെയായിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ ആഘോഷപരമാക്കിയുള്ള ഒരു നടപടിയാണ് കോൺഗ്രസ് നടത്തിയത്. ഈ പ്രിയങ്ക ഗാന്ധി കേരള സെറ്റ് സാരി ഉടുത്താണ്, വയനാട്ടിൽ നിന്നുള്ള MP എന്ന കേരള തനിമയുള്ള സെറ്റ് സാരി ഉടുത്താണ് സത്യപ്രതിജ്ഞയ്ക്ക് പാർലമെന്റിലേക്ക് പോയിരിക്കുന്നത്. പ്രിയങ്ക വധേര സാരി ഉടുക്കുമ്പോൾ രാഹുൽ ഗാന്ധി കുർത്തയും UP ഡ്രസ്സാണ് രാഹുൽ ഗാന്ധി ഇന്ന് ധരിച്ചിരിക്കുന്നത്. അതായത് ഏട്ടനും അനിയത്തിയും ഒന്നായിട്ട് സഭയിലേക്ക് പോകുന്നു, അമ്മ കൂടെ പോകുന്നു, ഭർത്താവ് കൂടെ പോകുന്നു. സ്വാഭാവികമായിട്ടും ഒരു ഫാമിലി, ഒരു റീയൂണിയനാണ്. ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും പുതിയ അംഗം ലോക്സഭയിലേക്ക് പോകുന്നു. വയനാടിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പ്രിയങ്ക ഗാന്ധി സംസാരിക്കാൻ സ്പീക്കർ അനുമതി നൽകുകയാണെങ്കിൽ ആദ്യത്തെ സ്പീച്ച് തന്നെ വയനാടിലെ ദുരന്തത്തെക്കുറിച്ചായിരിക്കും എന്ന് നമുക്കറിയാം, എന്ന് നമുക്ക് സൂചന ലഭിച്ചിട്ടുണ്ട്. അത് സ്പീക്കർ തീരുമാനിക്കണം. പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗം സമയം സ്പീക്കർ നൽകണം. സ്പീക്കർ നൽകുമോ എന്ന കാര്യത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളവും വയനാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചോളവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഗാന്ധി കുടുംബത്തിലെ പ്രിയങ്ക ഗാന്ധി കൂടി ലോക്സഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് ലക്ഷ്മി പത്മ. പ്രിയങ്ക കൂടി സഭയിലേക്ക് എത്തുന്നതോടെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ തന്നെ BJP കോൺഗ്രസിനെതിരെ എല്ലായ്പ്പോഴും കോൺഗ്രസിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന, നെഹ്റു കുടുംബത്തിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബാധിപത്യ ആരോപണം, അത് സഭയിൽ ഉയരാൻ സാധ്യതയുണ്ടോ എന്ന്? ലക്ഷ്മി, അത് പൂർണ്ണമായി ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനം തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. കുടുംബാധിപത്യം തന്നെയാണ് കോൺഗ്രസിൽ എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് AICC നേതാക്കളും AICC നേതൃത്വവും ഇപ്പോൾ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞ ഒരു ഷോ ആക്കി മാറ്റിയത്. പ്രിയങ്കയുടെ വസതിയിൽ നിന്ന് പ്രിയങ്കയെ പുഷ്പാർച്ചന നടത്തിയിട്ടാണ് പ്രിയങ്കയുടെ ഖാൻ മാർക്കറ്റിലെ വസതിയിൽ നിന്ന് 10-ാം നമ്പർ ജനപഥത്തിലേക്ക് എത്തുന്നത്. 10-ാം നമ്പർ ജനപഥത്തിൽ അമ്മ സോണിയാഗാന്ധിക്കൊപ്പവും സഹോദരൻ രാഹുൽ ഗാന്ധിക്കൊപ്പവും ഭർത്താവ് റോബർട്ട് വധേരക്കൊപ്പവും 10-ാം ജനപഥത്തിൽ നിന്നാണ് പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി 3 കിലോമീറ്റർ അപ്പുറമുള്ള പാർലമെന്റിലേക്ക് പോകുന്നത്. അവിടെയും കോൺഗ്രസ് പ്രവർത്തകർ ഇവരെ പുഷ്പാർച്ചന നടത്തിയും അതേപോലെ ബാൻഡ് വെള്ളം തട്ടിയും കൊടി വീശിയും കൂടി ആഘോഷ തീർപ്പിലാണ് സ്വീകരിച്ചത്. ഇത് ഒരു ഗാന്ധി കുടുംബം കോൺഗ്രസ് ആണ് ഗാന്ധി കുടുംബം. ഗാന്ധി കുടുംബത്തിലെ ഓരോ അംഗവും കോൺഗ്രസിനെ നയിക്കാൻ വിധിക്കപ്പെട്ടതാണ് എന്ന് പറയുന്ന രീതിയിൽ കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന രീതിയാണ്, BJPയുടെ ആരോപണം ശരിവെക്കുന്ന രീതിയാണ് ഇന്നത്തെ കാര്യങ്ങൾ. എന്നാലും പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ 16 വർഷമായി കോൺഗ്രസ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. UP അടക്കമുള്ള പല സംസ്ഥാനങ്ങളുടെയും പാർട്ടിയുടെ ചുമതല വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ലോക്സഭാ അംഗമാവുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ പദവികൾ അവർ വഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ കുടുംബാധിപത്യം എന്ന് പുതുമയല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ലക്ഷ്മി പത്മ. ലിജോ വർഗീസ് കൂടി ചേരുകയാണ്. ലിജോ, 4 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം നേടി അഭിമാനകരമായ ഒരു ഭൂരിപക്ഷം തന്നെ കരസ്ഥമാക്കിയാണ് പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് സത്യപ്രതിജ്ഞയ്ക്കായി പോകുന്നത്. അതും കേരള സാരിയൊക്കെ ഉടുത്താണ് പോയിരിക്കുന്നത്. വയനാട് ദുരന്തത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാൻ അനുമതി കിട്ടിയാൽ ആദ്യം തന്നെ വയനാട് ദുരന്തമായിരിക്കും ഉന്നയിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പാർലമെന്റിൽ എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും
ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനുണ്ട്. അമ്മ സോണിയാഗാന്ധി കഴിഞ്ഞ കുറെ ദിവസങ്ങളിൽ ഡൽഹിയിൽ വലിയ തോതിൽ മലിനീകരണ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവർ ഹിമാചലിലായിരുന്നു. അവർ ഈ പരിപാടിക്ക് വേണ്ടി ഇന്നിപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ സാന്നിധ്യത്തിൽ അവരുടെ പ്രിയങ്ക ഗാന്ധിയെ സംബന്ധിച്ച് അവരുടെ ആദ്യ പാർലമെന്റ് പ്രവേശനം ആ തരത്തിലാവണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്രയും ദിവസം പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയെങ്കിലും വ്യാഴാഴ്ചത്തേക്ക് അവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവെച്ചത്. ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പമാണ് പാർലമെന്റിലേക്ക് വരുന്നത്. അവരെ സംബന്ധിച്ച് ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടത്തിന്റെ ദിവസമാണ്. പാർലമെന്റിനകത്ത് രാഹുൽ ഗാന്ധിക്ക് പുറമെ പ്രിയങ്ക ഗാന്ധി കൂടി വളരെ ശക്തമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയം പറയാനുണ്ടാകും എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരു വനിതാ നേതാവ് വളരെ ഗംഭീരമായി പ്രസംഗിക്കുകയും നല്ല സംഘാടകയുമായിട്ടുള്ള ഒരു നേതാവ് കോൺഗ്രസിന് വേണ്ടി പാർലമെന്റിൽ ഉണ്ടാവുന്നത് സംഘടനാ സംവിധാനത്തിലും കോൺഗ്രസിന് വലിയ നേട്ടമായി ഉയർത്തി കാണിക്കാൻ കഴിയുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഈ നിലവിലെ സാഹചര്യത്തിൽ അമിത്ഷാ നരേന്ദ്രമോദി ഒരു സഖ്യം എന്ന നിലയിൽ അവർ വലിയ തോതിൽ പാർലമെന്റിനകത്തും പുറത്തും വലിയ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയും BJP-യെ ഉന്നതിയിൽ എത്തിക്കാൻ കഴിയുകയും ചെയ്ത രണ്ട് നേതാക്കളുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നത്. ആ തരത്തിൽ വലിയ തളർച്ചയിലുള്ള ഒരു പാർട്ടിയെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ദൗത്യം പ്രിയങ്ക ഗാന്ധിക്കുണ്ട്. അതിന്റെ കൂടി ഭാഗമായാണ് അവർ പാർലമെന്റിലേക്ക് മത്സരിക്കുക, അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തത്. നേരത്തെ ലക്ഷ്മി പത്മ സൂചിപ്പിച്ച പോലെ തന്നെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് 4,10,000 മുകളിൽ വോട്ടുകൾക്ക് വിജയിച്ച് അത്രയും വലിയ ഭൂരിപക്ഷത്തോടു കൂടി പാർലമെന്റിൽ എത്തുന്നത് അവരെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. അത് BJP അടക്കമുള്ള മറ്റ് എതിർ ചേരിയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പിൽ അവർക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വലിയ വിജയം അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി കണ്ടുകൊണ്ടായിരിക്കും അവർ മുമ്പോട്ട് പോവുക. ഈ കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു പ്രശ്നം MP എന്ന നിലയിൽ പ്രിയങ്ക ഗാന്ധിക്ക് മുൻപിലുള്ളത് അത് വയനാട് ദുരന്തമാണ്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ദുരിതബാധിതർക്ക് ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള കേന്ദ്ര സഹായം നൽകാൻ BJP സർക്കാർ തയ്യാറായിട്ടില്ല. ആ വിഷയം ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ ഡൽഹിയിൽ നിന്ന് ശരത്ലാൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇന്ന് ഏത് തരത്തിലായിരിക്കണം പാർലമെന്റിലെ നടപടിക്രമങ്ങളുമായി സഹകരിക്കേണ്ടതെന്ന് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഒരു സമവായം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ ശക്തമായി ഈ വിഷയം അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ പാർലമെന്റിനുള്ളിൽ വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ നിന്ന് ഒഴിവാക്കി പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗം എന്ന നിലയ്ക്ക് ഇന്ന് പാർലമെന്റിൽ അവർക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ കോൺഗ്രസും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ആദ്യമായി സംസാരിക്കുക വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി അത് ഉയർത്തി കാണിക്കാൻ കഴിയുക രണ്ട് തരത്തിലാണ്. ഒന്ന്, BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ വയനാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകിയിട്ടില്ല എന്നത് അവർക്ക് അത് ആരോപിക്കാൻ കഴിയും. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരും വേണ്ട പോലെ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ള ഒരു നിലപാട് അവർക്ക് സ്വീകരിക്കാൻ കഴിയും. ആ തരത്തിൽ സംസ്ഥാനത്തും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ഈ വിഷയം ഉന്നയിക്കാൻ അവർക്ക് കഴിയും. ഈ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ സമയങ്ങളിലൊന്നും സംസ്ഥാന സർക്കാരിനെതിരെ ഏതെങ്കിലും തരത്തിൽ വലിയ തോതിലുള്ള ഒരു വിമർശനം അവർ ഉന്നയിച്ചിരുന്നില്ല. അവർ കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത്. ആ തരത്തിലായിരിക്കാം ഒരുപക്ഷെ അവരുടെ ഇന്നത്തെയും പ്രസംഗം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 11 മണിക്കാണ് സത്യപ്രതിജ്ഞ. 2 പേരാണ് ഇന്ന് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളത്. മഹാരാഷ്ട്രയിൽ നന്ദേഡിൽ നിന്ന് ഒരു ലോക്സഭ MP കൂടി മത്സരിച്ച് ജയിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ 2 പേരുടെ സത്യപ്രതിജ്ഞയാണ് 11 മണിക്കുള്ളത്. അതിനുശേഷം മറ്റ് സഭാ നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇന്ന് പാർലമെന്റിൽ നിന്ന് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യഘട്ടത്തിൽ സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഈ വിഷയം ഉന്നയിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നും അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ T. സിദ്ദിഖ് അടക്കമുള്ള IC ബാലകൃഷ്ണൻ അടക്കമുള്ള സുൽത്താൻ ബത്തേരിയിലെയും കൽപ്പറ്റയിലെയും MLA-മാർ അടക്കമുള്ള ഒരു വലിയ പ്രതിനിധി സംഘം, കോൺഗ്രസിന്റെ പ്രതിനിധി സംഘം അവിടെ ഡൽഹിയിൽ എത്തിയിരുന്നു. അവർ പ്രിയങ്ക ഗാന്ധിയുമായി വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ അവർ പറയുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ ആദ്യമായി ഉന്നയിക്കണം. കാരണം അത് രാഷ്ട്രീയമായി തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ്. ആ വിഷയത്തിൽ പ്രിയങ്ക ഗാന്ധി ഇടപെടുന്നു എന്നത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ കേരളത്തിലുള്ള രാഷ്ട്രീയ അജണ്ട എന്ന നിലയ്ക്ക് തന്നെ അതിനെ ഉരുത്തിരിഞ്ഞ് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത് വളരെ സജീവമായി ഉയർത്താൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് കോൺഗ്രസ് MP-മാർ എല്ലാവരും ചേർന്ന് ഇപ്പോൾ പാർലമെന്റിനകത്തേക്ക് കടന്നിട്ടുണ്ട്. അവർ അല്പസമയം ഏതാണ്ട് 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. അതിനുശേഷം അവർ പ്രസംഗിക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരള സാരിയൊക്കെ കൊടുത്തൊരു തനി കേരളീയ രൂപത്തിൽ അവർ ഇപ്പോൾ പാർലമെന്റിനകത്തേക്ക് വരികയാണ്.
തീർച്ചയായും വയനാടിന്റെ ശബ്ദമാകുന്നത് പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ ശബ്ദമാകുന്നത് കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തരമായി അവർക്ക് വേണ്ട പ്രശ്നം, വയനാടിനെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം പാർലമെന്റിൽ മുഴങ്ങേണ്ട കാര്യം, അത് പ്രിയങ്ക ഗാന്ധിയിലൂടെ പാർലമെന്റിൽ മുഴങ്ങി കേൾക്കുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. കാരണം അടിയന്തരമായി കേന്ദ്ര സഹായം വേണം എന്നതാണ് ആ ജനതയുടെ ആവശ്യം. ഈ ദുരന്തങ്ങൾക്കിടയിലൊക്കെയാണ് ഉപതെരഞ്ഞെടുപ്പ് എത്തിയതും അവർ പോളിംഗ് ബൂത്തിലേക്കൊക്കെ പോയതും. 4 ലക്ഷത്തിന് മേൽ ഭൂരിപക്ഷം നൽകി പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിൽ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വയനാട് ജനതയോട് അവർ കടപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര സഹായം വേണം എന്ന കാര്യം തന്നെ, കേന്ദ്രത്തിന്റെ വയനാടിനോടുള്ള അവഗണന തന്നെ അവർ കന്നി പ്രസംഗത്തിൽ പാർലമെന്റിൽ ഉന്നയിക്കും എന്ന് കരുതാം. ലിജോ തുടരുന്നുണ്ട്. ലിജോ, ഈ നേരത്തെ പറഞ്ഞതുപോലെ മോദി ഷാ എന്ന ഡബിൾ എഞ്ചിൻ ഭരണ നേതൃത്വം, അതിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ രാഹുലിനൊപ്പം പ്രിയങ്ക കൂടി വരുമ്പോൾ രാഹുൽ പ്രിയങ്ക എന്ന ഡബിൾ എഞ്ചിൻ പ്രതിപക്ഷ നേതൃത്വവും വരികയാണല്ലേ? അങ്ങനെ തന്നെയാണ് കോൺഗ്രസ് അതിനെ സങ്കല്പിക്കുന്നത്. അല്ലെങ്കിൽ ആ തരത്തിലൊരു നീക്കവുമായാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ ഒരു നേട്ടം, അത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും അതിനുശേഷമുള്ള പ്രവർത്തനങ്ങളുമാണെന്നായിരുന്നു ആദ്യം കോൺഗ്രസ് കരുതിയിരുന്നത്. പക്ഷെ അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് ഹരിയാന, മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. അങ്ങനൊരു സമയത്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് വിജയം നിൽക്കുമ്പോൾ തന്നെയാണ് മഹാരാഷ്ട്രയിൽ വലിയ തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും മുന്നേറാൻ ഒരുപാട് മേഖലകൾ കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അവർ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സംഘടനാ സംവിധാനം അത്രമേൽ തകരാറിലായിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ കഴിഞ്ഞ 2019 ശേഷം രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ യാത്ര ഉൾപ്പെടെയുള്ളവ നടത്തുകയും മല്ലികാർജ്ജുൻ ഖാർഗെ ദേശീയ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. അവിടേക്കാണ് പ്രിയങ്ക ഗാന്ധി കുറെ കൂടി ഉത്തരവാദിത്വമുള്ള ഒരു നേതാവ് എന്ന നിലയിലേക്ക് വരുന്നത്. ഇതുവരെ സംഘടനാ ചുമതലയുള്ള ഉത്തർപ്രദേശിന്റെ അതോടൊപ്പം തന്നെ അതിന് ആദ്യം ഉത്തർപ്രദേശിന്റെ ഒരു ഭാഗവും പിന്നീട് ഉത്തർപ്രദേശിന്റെ മുഴുവനായും ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി എന്ന നിലയിലേക്ക് വരികയും അവിടെ നിന്നും കാര്യമായ ഒരു നേട്ടം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് സജീവമായ രാഷ്ട്രീയത്തിലേക്ക്, പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നത്. വയനാട്ടിൽ നിന്ന് അവർ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ഗാന്ധി കുടുംബത്തിൽ അവർ അല്ലെങ്കിൽ കോൺഗ്രസിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കരുതുന്ന പോലെ വളരെ നൈസർഗികമായി ഈ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് പ്രിയങ്ക ഗാന്ധി അടയാളപ്പെടുത്തുന്നത്. അവർ നേരത്തെ തന്നെ അത്തരത്തിലായിരുന്നു അവരുടെ പ്രസംഗങ്ങളും അവരുടെ ഇടപെടലുകളും ഒക്കെ ആ തരത്തിൽ കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ സ്ത്രീകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയിൽ കൂടി അവരെ അടയാളപ്പെടുത്താനായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുക. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അവിടെ അമിത്ഷായും നരേന്ദ്രമോദി എന്നിങ്ങനെ 2 നേതാക്കളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പാർട്ടി എന്നതിനപ്പുറത്തേക്ക് കുറെ കൂടി സ്ത്രീകളെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്ക് കോൺഗ്രസ് മാറുന്നതിൽ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കുറെ കൂടി പുറത്തേക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ കുറെ കൂടി പുറത്തേക്ക് നിൽക്കുകയും പാർലമെന്റിനകത്ത് കുറെ കൂടി ശക്തമായ ഒരു സാന്നിധ്യമായി പ്രിയങ്ക ഗാന്ധി ഉണ്ടാവുകയും ചെയ്യുമെന്ന് വിലയിരുത്തുന്നത് അത്തരത്തിലൊരു വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ചേർന്ന് വളരെ സജീവമായി സഭയ്ക്കകത്തും പുറത്തും നിന്നുകൊണ്ട് ഇനിയുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ ഒരു പോരാട്ടം നയിക്കും എന്ന് കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നു. ആ ഒരു കോൺഗ്രസ് പ്രവർത്തകർക്ക്, അണികൾക്ക് വലിയ ആവേശമാണ്. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുമ്പോൾ പ്രതിപക്ഷത്തിനും അങ്ങനെ ഡബിൾ എഞ്ചിൻ ലീഡർഷിപ്പ് വരികയാണ്. ഇന്നത്തെ പ്രത്യേകത, അദാനി വിഷയത്തിലൊക്കെ പാർലമെന്റ് പ്രക്ഷുബ്ധമായി തുടരുന്നുണ്ട്. പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ഇന്ന് ഒരുപക്ഷെ പ്രതിഷേധ പരിപാടികൾ അവിടെ പ്രതിപക്ഷം ഉപേക്ഷിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ സ്പീക്കറുടെ അനുമതിയുണ്ടെങ്കിൽ കന്നിപ്രസംഗം നടത്താൻ കഴിയും. അപ്പോൾ അവർ ആദ്യം ഉന്നയിക്കുക വയനാടിന് ദുരിതത്തിൽ കേന്ദ്ര സഹായം, വയനാട് ദുരന്തത്തിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ അവർ കന്നിപ്രസംഗത്തിൽ തന്നെ ഉന്നയിക്കും എന്നാണ് മനസ്സിലാകുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ ശബ്ദമാവുകയാണ്. അങ്ങനെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ലിജോ വർഗീസ്.